പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാണ്. 2025 ഫെബ്രുവരി 5 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള, അതായത് 1200 മകരമാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുഭാശുഭ ഫലങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യുകയാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. കർക്കിടകൻ രാശി എന്നാൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ കേതു, 7-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ ശുക്രൻ, രാഹു, 10-ൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ വ്യാഴം, 12-ൽ ചൊവ്വ. കഴിഞ്ഞ വാരമൊക്കെ തന്നെ കർക്കിടകൻ രാശിക്കാർക്ക് 12 നിൽക്കുന്ന ചൊവ്വ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അവരുടെ സന്താനം, പഠനം, ബുദ്ധി, അവരുടെ കർമ്മമേഖല, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ചൊവ്വ. വളരെ ദുർബലമായി പതിതസ്തുരിഭേ 12-ൽ പാതിത്യം, വീഴ്ച സംഭവിച്ച് കിടക്കുന്നത്. വീണിതല്ലോ കിടക്കുന്ന ധരണിയിൽ എന്ന് പറഞ്ഞ ചൊവ്വ ഒരു ബുദ്ധിമുട്ടാണ്. എങ്കിലും ഈയൊരു വാരം ഒരു പുത്തൻ ഉദയം സംഭവിച്ചിരിക്കുന്നു. ചന്ദ്രൻ 10-ാം ഭാവത്തിൽ വന്നിരിക്കുന്നു. ആ ചന്ദ്രൻ ബലവാനായി, കർക്കിടക രാശിയുടെ ആധിപത്യമുള്ള ചന്ദ്രനാണ്, അത് 10-ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു. ഒരു യോഗകാരകനാണ്. ചന്ദ്രൻ്റെ ഇരുവറുവും 2 ശുഭഗ്രഹങ്ങളാണ്, വ്യാഴവും ശുക്രനും. അതിനാൽ നല്ലൊരു വാരമാണ് കർക്കിടക രാശിക്കാർക്ക് ഈ ഒരു വാരം വരുന്നത്. സുഖം ബാന്ധവേഭ്യ ഖഗേ ധർമ്മകർമ്മ സമുദ്രാംഗജേ ശം നരേശാദിതോപി നവീന അങ്കന വൈഭവേ സുപ്രിയത്വം പുരോജാതകെ സൗഖ്യമൽപ്പം കരോതി. 10-ാം ഭാവത്തിൽ ചന്ദ്രൻ വന്നാലുള്ള ഫലമാണ് ചമത്കാല ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. ബാന്ധവേഭ്യ സുഖം, തൻ്റെ ബന്ധുക്കളിലൂടെ അല്ലെ ബന്ധുക്കളെ കൊണ്ട് തനിക്ക് സുഖമുണ്ടാകും. രാജാവ് തന്നെ അംഗീകരിക്കും, ബഹുമാനിക്കും. അദ്ദേഹം എല്ലാ സംവിധാനങ്ങളും ഈ വ്യക്തിക്ക്, കർക്കിടക രാശിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ചെയ്തു കൊടുക്കും. വീട്ടിൽ പുത്തൻ പെണ്ണ് വരും. നവീന അങ്കന വൈഭവേ സുപ്രിയത്വം, പുത്തൻ പെണ്ണ് വരും. അപ്രകാരം വിവാഹ വിഷയങ്ങൾ വീട്ടിൽ നടക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാം. ഇതിനൊക്കെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. പുരോജാതകെ സൗഖ്യം അല്പം കരോതി, തനിക്ക് ആദ്യ സന്താനത്തിൽ നിന്നും അത്ര നല്ല സുഖം ലഭിക്കുകയില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, സന്താനപതിയായ ചൊവ്വ കർക്കിടകൻ രാശിക്കാർക്ക് 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. ആ 12-ാം ഭാവം സ്വതവേ പാതിത്യം, വീഴ്ചയുള്ള ഭാവമാണ്. ഇന്ന് ചന്ദ്രൻ 12-ൽ വരുമ്പോൾ സന്താന ശ്രേയസ് ഉണ്ടാകാം. പക്ഷേ ആദ്യ സന്താനത്തെ പറ്റിയുള്ള ദുഃഖങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഉപദേശിക്കുവാനുള്ളത് ഒരു സജഷൻ, തൻ്റെ മൂത്ത പുത്രൻ അല്ലെങ്കിൽ പുത്രി, അവരും നിങ്ങളും തമ്മിലുള്ള ജാതകങ്ങൾ, നക്ഷത്രങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യണം? ഐക്യമത്യ അർച്ചന ചെയ്യണം. അത് വളരെ ഗുണമായിരിക്കും. തൻ്റെ ശാരീരികമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം. തനിക്ക് 12-ൽ നിൽക്കുന്ന ചൊവ്വയാണ്. അതിനാൽ രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കണം. കുജേ ദ്വാദശയെ അർത്ഥനാശം കരോതി, തനിക്ക് ധനം നശിക്കും. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്ര, സ്വർണം, ആഭരണം, ഇതൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ അസമയത്ത് കള്ളൻ കയറുക. 12-ാം ഭാവത്തിൽ ശനി വന്നാലും ചൊവ്വ വന്നാലും ഒക്കെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് കള്ളന്മാർ നമ്മളെ ഉപദ്രവിക്കുമെന്ന ഫലം പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടാവും. രാത്രി കരണ്ട് പോവുക, ഇലക്ട്രിക് ലൈൻ പൊട്ടി വീഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് തളച്ച് മറയുക, ആഗ്നികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കർക്കിടക രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. കിംവദന്തികളെ ഭയക്കണം. അനാവശ്യമായ ഊഹാപോഹങ്ങളിൽ താൻ പെടാൻ പാടില്ല. വളരെ ജാഗ്രത പാലിക്കും. അസമയത്തുള്ള യാത്ര പറഞ്ഞു. പക്ഷേ ഈ ഒരു വാരം ശുക്രൻ ഉച്ചസ്ഥനാണ്. നിങ്ങൾക്ക് വാഹനങ്ങൾ എടുക്കാം, നിങ്ങൾക്ക് ഭൗതിക സുഖം കിട്ടും, നിങ്ങൾക്ക് നിങ്ങളെ വീട് റെനോവേറ്റ് ചെയ്യാം, വീട്ടിൽ വലിയ വില കൂടിയ സുഖഭോഗ വസ്തുക്കൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട്. വിവാഹ തീരുമാനങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. നല്ല വൈവാഹിക വിഷയങ്ങൾ വരാം. അതൊക്കെ മുന്നോട്ട് പോകട്ടെ. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹമായ ബുധൻ നിൽക്കുന്നുണ്ട്. സൗമ്യ വിവാഹ ഘടന, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും.
നഷ്ടാർത്ഥ ലാഭ, നഷ്ടപ്പെട്ട കാശ് നമുക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്, അതിന് ശ്രമിക്കണം. വിദേശയാത സുഹൃത്ത് ആയാനാധികം സ്യാത് ഫലം. വിദേശത്തുള്ള സുഹൃത്ത് തനിക്ക് വരിക, അയാളിലൂടെ തനിക്ക് യാത്ര പുറപ്പെടുക, അങ്ങനെ ധാരാളം സൗഭാഗ്യങ്ങൾ സുഹൃത്തുക്കളിലൂടെ അനുഭവിക്കേണ്ടുന്ന വാരമാണ്. അതിനായി ഉത്സാഹിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് സന്താനങ്ങളുടെ പേരിൽ ത്രിമധുരം പഞ്ചാമൃതം ജപിച്ചു കൊടുക്കണം. തൻ്റെ പേരിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്യണം. കർമ്മമേഖലയിലെ തടസ്സങ്ങൾ മാറാൻ കർമ്മമുട്ടി ചെയ്യണം. നാളികേരം കൊണ്ട് ദാമ്പത്യ ക്ലേശങ്ങൾ ഒഴിവാക്കാൻ ഐക്യമത്യ അർച്ചന ചെയ്യുക. ദമ്പതികളുടെ പേരും നക്ഷത്രവും പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർ ഒരു ശോഭനമായ നല്ല ഭാവി പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിയുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ചിങ്ങൻ രാശി എന്നാൽ മകംപുരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര കൂട്ടം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഇന്ന് 2ാം ഭാവത്തിൽ കേതു, 6ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 7ൽ ശനി, അഷ്ടമത്തിൽ ശുക്രൻ രാഹു, 9ാം ഭാവത്തിൽ ചന്ദ്രൻ, 10ാം ഭാവത്തിൽ വ്യാഴം, 11ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിധിപനായ ഗ്രഹം ആദിത്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. 6ൽ സൂര്യൻ വന്നാൽ പ്രായണ ശക്തമാണ്. ത്രയാരി സ്വസതാവാസോ ദീർഘായുസ്. 3, 11, 6 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെ ശുഭമാണ്. ലഗ്നാധിപനായ ഗ്രഹം 6ൽ വന്നാൽ അത് നന്മയെ പ്രദാനം ചെയ്യും. പക്ഷേ മകരരാശിയിലെ സൂര്യൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല. അവിടെ ബുധനും കൂടെയുണ്ട്. ഈ വാരത്തിൽ രേഖാപരമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ചിങ്ങൻ രാശിക്കാർ രേഖ നഷ്ടപ്പെടുക, രേഖാപരമായ വിഷയത്തിൽ ശത്രുക്കൾ ഉണ്ടാവുക, ജനങ്ങളുമായി വിരോധമുണ്ടാവുക. അതിനാൽ ധനപരമായ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുമ്പോൾ വളരെ ജാഗ്രത പാലിക്കുക. താൻ ഒരുപക്ഷെ കൊടുത്ത കാശ് ആവശ്യപ്പെട്ടപ്പോൾ അത് തന്നില്ല, എനിക്ക് ലഭിച്ചില്ല, ഞാൻ തിരിച്ചു തന്നു, ഈ രീതിയിലൊക്കെ ആർഗ്യുമെൻറ്റ്സ് നടത്തുന്ന സൗഹൃദങ്ങൾ ഈ വാരം ഉണ്ടാകാം. അതിനാൽ വളരെ ശ്രദ്ധിച്ച് കാശ് കൊടുക്കുക. വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യതീനാം ച രോധോനിനാനാം. ജനങ്ങളുമായി വിരോധം ഉണ്ടാവുക, ശത്രുക്കൾ തൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുക. ബുധേ സദ്വേന ആവഹാരോ നിധീനാം ബലാത് അർത്ഥകൃത് സംഭവേ ശത്രുഭാവി. ബലാത്കാരേണ കാശുണ്ടാക്കാൻ ശ്രമിക്കുമെന്നൊക്കെയാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സാമ്പത്തിക വിഷയം അച്ചടക്കം പാലിക്കണം. 6ൽ സൂര്യൻ വരുമ്പോഴും ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുധന് ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അവിടെ സൂര്യനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കാരണം ബുധന് മൗഢ്യമുണ്ട്. തൻ്റെ ധാരാളം കാശ് രാജാവിനാൽ ചെലവഴിക്കപ്പെടും. സുഹൃത്തുക്കൾ കൊണ്ടുപോകും ധനം. അമ്മയുടെ വീട്ടിൽ വെച്ചിട്ട്, കുലത്തിൽ വെച്ച് വാഹനങ്ങളെ കൊണ്ട് അപകടമുണ്ടാകും. പഴയകാലത്ത് പറഞ്ഞത് നാൽക്കാലികളെ കൊണ്ട് അപകടമാണ്. അതിനാൽ ശൃംഗമുള്ള കൊമ്പുള്ള മൃഗങ്ങളെയൊന്നും വിശ്വസിക്കാൻ പാടില്ല. വിഷമുള്ള പട്ടികൾ, പൂച്ചകൾ ഇവയൊക്കെ ശ്രദ്ധിക്കണം. വാഹനാപകടവും വളരെ ശ്രദ്ധിക്കുക. വഴിയിൽ വെച്ച് ശത്രുക്കൾ തന്നെ ബുദ്ധിമുട്ടിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതും വളരെ പ്രായോഗികമായി ചിന്തിക്കണം. അനാവശ്യമായ തർക്കങ്ങൾ ഒന്നും വേണ്ട. അനാവശ്യമായ വാക്കുകൾ പോലും ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ 9ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. സൗഭാഗ്യാത്മക മിത്രബന്ധു ധനഭാഗ്. സൗഭാഗ്യങ്ങളും ധനവും സന്താന ശ്രേയസ്സും ഒക്കെ ഉണ്ടാകാം. പക്ഷേ കർമ്മമേഖല അശാന്തമായിരിക്കും. ഇവിടെ കർമ്മത്തെ, ജോലിയെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ശുക്രൻ നിൽക്കുന്നത് ഉച്ചസ്ഥനായി അഷ്ടമഭാവത്തിലാണ്. കഷ്ടമുള്ള ഭാവമാണ്. അതിനാൽ കർമ്മമേഖലയിൽ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കലുഷിതമായിരിക്കാം കർമ്മമേഖല. താൻ വളരെ സഹായിച്ച സുഹൃത്തുക്കളൊക്കെ, തൻ്റെ സബോർഡിനേറ്റ്സ്, കീഴ്ജീവനക്കാർ, അവർ തനിക്കെതിരെ തിരിയും. പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇതൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാകുമെന്ന്. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക. ഇവിടെ പരിഹാരമായി കർമ്മതടസ്സം മാറാൻ ശത്രുസംഹാര കുരുതി വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്രകാരം തന്നെ ശത്രുദോഷ ബുദ്ധിമുട്ട് മാറാൻ കർമ്മമുട്ടി ചെയ്യണം വെള്ളിയാഴ്ച. തൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ കൂളമാല, ജലധാര വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുക. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. കന്നിരാശി എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ കേതു, 5ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 6ൽ ശനി, 7ൽ ശുക്രൻ രാഹു, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9ാം ഭാവത്തിൽ വ്യാഴം, 10ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനും ധനാധിപനുമായ ശുക്രൻ
ഉച്ചത്തിൽ നിൽക്കുന്നു, ഒരു മാളവ്യ മഹായോഗം ചെയ്ത് നിൽക്കുന്നു. അത് വളരെ ഗുണകരമാണ്. സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി, വികാസം പ്രാപിക്കുവാനുള്ള വാരമാകുന്നു ഇത്. അതിനുവേണ്ട ബുദ്ധി 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. 5-ലെ സൂര്യനും ബുധനും അതിസൂക്ഷ്മമായ ബുദ്ധിയെ പ്രദാനം ചെയ്യും. അതിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യും 8-മത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ. ബഹുമതി വ്യാധിന അർദ്ധിത, നല്ല ബുദ്ധി പ്രകാശിപ്പിക്കും. രോഗത്താൽ ബുദ്ധിമുട്ടും. ശാരീരികമായ ക്ലേശങ്ങൾ, അരിഷ്ടതകൾ വളരെ ശ്രദ്ധിക്കും. കന്നിരാശി ജലരാശിയാണ്. ജലത്തിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം. വൈറൽ ഫീവേഴ്സ് ഒക്കെ വരേണ്ടുന്ന സമയമാണ്. അതിനാൽ ശരീരത്തിലെ ജല ഓർഗാൻസ് ചിന്തിക്കുമ്പോൾ കിഡ്നി, വൃക്ക, ഇതിൻ്റെ ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ, ഇതിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 4-ാം ഭാവത്തിൽ അഷ്ടമാധിപനായ ചൊവ്വയുടെ ദൃഷ്ടിയാണ്. കഫജന്യമായ ബുദ്ധിമുട്ടുകൾ വന്നു പലപ്പോഴും ശ്വാസതടസ്സങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഭൂമി ലാഭം, ധനപരമായ അഭിവൃദ്ധി, വീടുമായി ബന്ധപ്പെടുന്ന കൺസ്ട്രക്ഷൻ, ഉപദേശികൾക്ക് വളരെ നല്ല സമയമാണ്. പ്രസംഗ കലയിൽ നൈപുണ്യം തെളിയിക്കാം. പ്രവാചകർക്കും പ്രചാരകന്മാർക്കും തങ്ങളുടെ മതം അല്ലെങ്കിൽ ധർമ്മത്തെ സ്ഥാപിക്കുവാൻ പ്രാസംഗികർക്ക് അസുലഭമായ അവസരം ഈ വാരം പ്രദാനം ചെയ്യും. ഇവിടെ ആരോഗ്യ വിഷയം, ദേഹമുട്ട് ചെയ്യണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും ഈ ഒരു വാരത്തിൽ. പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിയും ചെറുമക്കളെ കയ്യിലിട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ പാർക്കിൽ പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം മക്കളുടെ മക്കൾക്ക് അരിഷ്ടതകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു വാരത്തിൽ. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർ ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.